കണിമംഗലം ഓഫീസിലെ ഫയലുകൾക്കിടയിൽ നിന്ന് മാളവിക തല ഉയർത്തിയപ്പോൾ പുറത്ത് സന്ധ്യ മങ്ങിയിരുന്നു. ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞിരുന്നു. ഒരു ദീർഘശ്വാസത്തോടെ ബാഗുമെടുത്ത് അവൾ തിരക്കിലേക്കിറങ്ങി. നേരെ പോയത് അച്ഛൻ്റെ അടുത്താക്കാണ്, മാളു സ്കൂൾ ബാറിലേക്ക്. വൈകുന്നേരത്തെ ആ തിരക്കിൽ അച്ഛൻ വിയർത്തു കുളിച്ചു നിൽക്കുകയാണ്. കല്ലുമ്മക്കായുടെയും സമൂസയുടെയും മണം അവിടെ ആകെ പടർന്നു നിൽക്കുന്നു. പലതരം പുഡിങ്ങുകളും ജ്യൂസ് ഐറ്റങ്ങളും നിരത്തി വെച്ചിട്ടുണ്ടെങ്കിലും ആ മനുഷ്യൻ്റെ ഉള്ളിൽ കനലായി നിൽക്കുന്നത് രണ്ട് പെൺകുട്ടികളെ നല്ല രീതിയിൽ കെട്ടിച്ച് ഒരു കരക്കെത്തിക്കാനുള്ള ആദിയാണ്. മാളവിക അകത്തേക്ക് കയറി ചെന്നതും അച്ഛൻ അവളെ നോക്കി ഒന്ന് കടുപ്പിച്ച് പറഞ്ഞു: "നീ എന്താ ഇവിടെ? നേരം എത്രയായി? വേഗം വീട്ടിലേക്ക് പോയിക്കോ മോളെ." അച്ഛൻ്റെ വാക്കുകളിൽ ആശങ്കയായിരുന്നു. അഞ്ജലി എന്ന് അവിടെ ഉണ്ടാക്കി വെച്ച പുകിൽ അത്ര വലുതാണ്. കമ്പനിയുടെ രേഖകൾ കടത്തി എന്ന കേസിൽ അവൾ കുടുങ്ങി നിൽക്കുമ്പോൾ നാട്ടുകാരുടെ നോട്ടം ഈ മകളിലേക്കും നീളുമോ എന്ന പേടി ആ അച്ഛനെ വല്ലാതെ അലട്ടുന്നുണ്ട്. "സാരമില്ല അച്ഛ, ഞാൻ സഹായിക്കാം. ഇത്രയും തിരക്കിൽ അച്ഛൻ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടേണ്ട." മാളവിക അതൊന്നും വകവെക്കാതെ കൗണ്ടറിലേക്ക് കയറി. അച്ഛൻ്റെ വിലക്കുകൾ കൂട്ടാക്കാതെ അവൾ അച്ഛനോട് കൂടി പാത്രങ്ങൾ കഴുകിയും ഓർഡറുകൾ എടുത്തും അവൾ സജീവമായി. ഒടുവിൽ കടയടച്ച് രണ്ടുപേരും വീട്ടിലേക്ക് എത്തിയപ്പോൾ അർദ്ധരാത്രി 12 മണി കഴിഞ്ഞിരുന്നു. വീടിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ ഉമ്മറത്ത് ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് അവർ കണ്ടു. ഉറങ്ങാതെ മാളവികയോടും പകയുമായി അവിടെ രണ്ടുപേർ കാത്തിരുന്നു. അമ്മയും അഞ്ജലിയും വീടിനുള്ളിലേക്ക് കയറിയതും അമ്മയുടെ ശകാരം തുടങ്ങി. "ഇതാണോ പെണ്ണുങ്ങൾ വീട്ടിൽ വരുന്ന നേരം? ഒരെണ്ണം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് തീർന്നിട്ടില്ല, അപ്പോഴേക്കും അടുത്തത് തുടങ്ങിയിരിക്കുന്നു." അഞ്ജലി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പരിഹാസത്തോടെ പറഞ്ഞു: "അമ്മേ, ഇവൾക്ക് അച്ഛനെ വലിയ മോളാകാനല്ലേ താല്പര്യം. കൂൾബാറിൽ പോയി പാത്രങ്ങൾ കഴുകി നടന്നോളും. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നാൽ വിവരം അറിയും നീ." മാളവിക അച്ഛനെ നോക്കി. അച്ഛൻ തളർച്ചയോടെ കസേരയിലേക്കിരുന്നു. മാളവിക പതറാതെ മറുപടി നൽകി: "അഞ്ജലി ചേച്ചി, ഞാൻ പോയത് അച്ഛനെ സഹായിക്കാനാണ്, അല്ലാതെ ചേച്ചിയെപ്പോലെ കമ്പനിയിലെ പേപ്പർ മാറ്റാനൊന്നുമല്ല. സ്വന്തം തെറ്റുകൾക്ക് മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ട് എന്തിനാ?" അഞ്ജലി ദേഷ്യത്തിൽ മാളവികയോട് അടുത്തേക്ക് വന്നു. "നീ എന്നെ പഠിപ്പിക്കാൻ വളർന്നോ? ആ അഹങ്കാരം ഞാൻ അടിച്ചൊടുക്കും. നീ കാരണം അനുഭവിച്ചതൊക്കെ ഞാൻ പകരം ചോദിക്കും മാളവിക. നോക്കിക്കോ നീ." വീടിനുള്ളിൽ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ രക്ഷപ്പെടാമെന്ന് മാളവിക വേഗം മുറിയിൽ കയറി. തോർത്തും വസ്ത്രവും എടുത്ത് പുറത്തെ കുളിമുറിയിലേക്ക് നടന്നു. തണുത്ത വെള്ളം തലയിലൂടെ ഒഴിച്ചപ്പോൾ മനസ്സിനൽപ്പം ആശ്വാസം തോന്നിയെങ്കിലും ഉള്ളിൽ കനൽ കെട്ടിരുന്നില്ല. അവൾ തിരികെ വരുമ്പോൾ കണ്ടത് ഉമ്മറത്തെ തടിമേശയിൽ നിന്ന് അച്ഛൻ ഹരിദാസ് ചോറും സാമ്പാറും കഴിക്കുന്നതാണ്. ജോലി കഴിഞ്ഞ് രാത്രി വൈകി വന്നതിൻ്റെ ക്ഷീണം ആ മുഖത്ത് ധാരാളമുണ്ട്. മാളവിക നനഞ്ഞ മുടി തുവർത്തി അകത്തേക്ക് കയറിയതും അമ്മ ശാരദയുടെ ചോദ്യം മുന്നിൽ വന്നു വീണു: "നീ എന്തിനാ മോളെ അവളെ ഓർത്ത് നിന്റെ ബോസിനോട് അനാവശ്യം പറയാൻ പോയത്?" മാളവിക ഒന്ന് തറച്ചു നിന്നു. "ഞാൻ എന്തു പറഞ്ഞെന്നാ ചേച്ചി അമ്മയോട് പറഞ്ഞത്? നീയാണ് ആ ഫയൽ എടുത്തു മാറ്റിയതെന്ന് അഞ്ജലിമോൾ പറഞ്ഞു. നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്?" അമ്മയുടെ സ്വരത്തിൽ ഒരു അവിശ്വസനീയത വന്നിരുന്നു. മാളവികയുടെ ഉള്ളിൽ ദേഷ്യം വിരച്ചു കയറി. അവൾ അഞ്ജലിയെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു: "എന്നാൽ ആ ഫയൽ എന്തിനാ ഒളിപ്പിച്ചതെന്ന് കൂടി മോളോട് തന്നെ ചോദിച്ചു നോക്ക്. ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് അവളും പഴി കേൾക്കി വരുന്നതാണ് ഞാനും." അത് കേട്ടതും അഞ്ജലി സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. "നിനക്ക് ആരും ഇല്ലാത്തതിൻ്റെ ചൊറിച്ചിലാണോ മാളവിക ഇത്? നീ എന്തിനാ വിവേകിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത്?" അഞ്ജലിയുടെ ആ ചോദ്യം കേട്ടത് മാളവികയുടെ കണ്ണുകൾ തീപാറി. അവൾ അഞ്ജലിയെ ചൂണ്ടി വെറുക്കുന്ന സ്വരത്തിൽ പറഞ്ഞു: "ചേച്ചിയായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇതിന് മറുപടി തന്നേനെ." അതുവരെ മിണ്ടാതെ ഭക്ഷണം കഴിച്ചെന്ന് ഹരിദാസ് കൈ കഴുകാതെ തന്നെ എഴുന്നേറ്റു. അദ്ദേഹം മാളവികയുടെ അടുത്തേക്ക് നടന്നു. "എന്താ അവിടെ നടന്നത്? നീ പറ മാളു." ഹരിദാസിന്റെ ശബ്ദം ഗൗരവമുള്ളതായിരുന്നു. മാളവിക ഒന്ന് മടിച്ചു. "അതച്ഛാ, ചേച്ചി പിന്നെ പറയണമെന്ന് പറഞ്ഞാൽ പറയണം," ഹരിദാസ് കൽപ്പിച്ചു. പെട്ടെന്ന് അഞ്ജലി തന്നെ അഹങ്കാരത്തോടെ ഇടപെട്ടു: "ഞാൻ പറയാം അച്ഛാ. അവിടെ വെച്ച് വിവേക് എന്നെ ഒന്ന് ഉമ്മ വെച്ചു. അത് ഇവൾക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ഇവൾ നേരെ പോയി അഗ്നിസാരിനോട് പറഞ്ഞു കൊടുത്തു. വിവേകിനെ കൊണ്ട് മാപ്പും പറയിപ്പിച്ചു. അതിൻ്റെ ദേഷ്യത്തിൽ ഇവളെ കണിമംഗലം ഓഫീസിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഫയൽ തന്നെ മാറ്റിവെച്ചത്. അതിനിപ്പോൾ എന്താ?" അഞ്ജലി തൻ്റെ ഉള്ളിലുള്ള വിഷം മുഴുവൻ പുറത്തേക്ക് തള്ളി. അവൾ പറഞ്ഞു നിർത്തിയതും ഹരിദാസിന്റെ കൈ അവളുടെ കരണത്ത് ആഞ്ഞു പതിച്ചു.
ചോറ് തിന്ന ആ കൈ അഞ്ജലിയുടെ മുഖത്ത് ആയത്തിൽ പതിഞ്ഞു. വീടാകെ ഒരു നിമിഷം നിശബ്ദയായി. അഞ്ജലി കവളിൽ കൈവച്ച് അമ്പരപ്പോടെ അച്ഛനെ നോക്കി നിന്നു. ഹരിദാസ് തന്റെ വിറക്കുന്ന കൈകൾ മുഷ്ടി ചുരുട്ടി അവളെ നോക്കി ഗർജിച്ചു. നിനക്ക് നാണമില്ല അഞ്ജലി? ഇത് എത്ര നിസ്സാരമായി വിളിച്ചു പറയാൻ. ഒരു അന്യപുരുഷൻ നിന്നെ ചുംബിച്ചു എന്ന് പറയുന്നത് കേട്ട് ഞാൻ നിന്നെ അഭിനന്ദിക്കുമെന്നാണോ നീ കരുതിയത്? കണ്ടവന്റെ കൂടെ അയിഞ്ഞ അടി എനിക്ക് പേരുദോഷം കേൾപ്പിച്ചാൽ വെട്ടിനുറുക്കി ആ വായ്ക്കിട്ടുകൊടുക്കും ഞാൻ. കേട്ടോടി? ഹരിദാസ് അഞ്ജലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്റെ സഹോദരി തന്നെയാണ് അവളെന്ന ബോധം നിനക്ക് വേണം അഞ്ജലി. സ്വന്തം ചോരയെ ചതിക്കാൻ നോക്കുന്ന നിന്നെയാണല്ലോ ഞാൻ വളർത്തിയത് എന്നോർക്കുമ്പോൾ എനിക്ക് നാണക്കേട് തന്നെ തോന്നുന്നു. ശാരദ അവശനതയോടെ ഹരിദാസിനെ നോക്കി. ഹരിദാസ് തന്റെ കയ്യിലെ ചോറ് പറ്റിപ്പിടിച്ച വിരലുകൾ കുടഞ്ഞുകൊണ്ട് മാളുകളുടെ അരികിലേക്ക് നടന്നു. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അദ്ദേഹം തുടർന്നു. നിന്നെപ്പോലെ തന്നെ അവളും എനിക്ക് മകൾ തന്നെയാണ്. നിനക്ക് സുഖസൗകര്യങ്ങൾ തരാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിനിടെ നിനക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരാൻ ഞാൻ മറന്നുപോയി. പക്ഷെ എൻ്റെ മാളവിനെ തൊടാൻ നിന്നാൽ അത് നിന്നെ ആയാലും ശരി, നിന്റെ വിവേകായാലും ഏത് മറ്റവനാണെങ്കിലും ശരി, ഞാനത് സഹിക്കില്ല. അഞ്ജലി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി. വാതിൽ വലിച്ചടക്കുന്ന ശബ്ദം ആ വീടാകെ വീണ്ടും നടുക്കി. ഹരിദാസ് തളർച്ചയോടെ കസേരയിലേക്കിരുന്നു. കണിമംഗലം ഓഫീസിൽ നിന്ന് വല്ലാത്തൊരു തിരക്കാണ്. ഫയലുകൾ കൈമാറുന്നവരും കീബോർഡിൽ വിരലുകൾ പായിക്കുന്നവരുമായി എല്ലാവരും ജോലി തിരക്കിലാണ്. ഇടയ്ക്ക് അഗ്നിസാറിന്റെ ക്യാബിൽ നിന്നും കേൾക്കുന്ന ഗൗരവത്തിലുള്ള ശബ്ദം അന്തരീക്ഷത്തെ മാറ്റുകൂട്ടി. അഗ്നിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ മാളവികന് ശ്വാസം വിടാൻ നേരമില്ല. ഫയലുകൾ അടുക്കി വെച്ചും ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തും അവൾ ഓടി നടക്കുകയാണ്. കേരളീയ ശൈലിയുള്ള മുഖശ്രീയും വലിയ കണ്ണുകളും ഓഫീസിലെ തിരക്കിനിടയിൽ ഒരു പ്രത്യേക തെളിച്ചം അപ്പോഴും നൽകുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതിയ മാനേജറെ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ നടക്കുന്നത്. ക്യാബിന് പുറത്ത് മാളവിക തന്റെ ജോലികളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ഉയരമുള്ള സ്റ്റൈലിഷ് ലുക്കിൽ ക്രിസ്റ്റി അങ്ങോട്ട് നടന്നു വരുന്നത്. വന്നപാടെ അയാളുടെ കണ്ണുകൾ മാളവികയിൽ തറച്ചു നിന്നു. ഒരു ഗ്രാമീണ ഭംഗിയുള്ള മുഖത്തു നിന്നും കണ്ണെടുക്കാൻ അയാൾക്ക് കഴിയുന്നില്ല എന്ന് തോന്നി. അയാൾ പതിയെ അവളുടെ അടുത്തേക്ക് തന്നെ നീങ്ങി വന്നുകൊണ്ട് ചോദിച്ചു, ഹലോ, ഐ ആം ഹിയർ ഫോർ ദിസ് ഇന്റർവ്യൂ. അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു. മാളവിക തലയുയർത്തി പേര് അകത്തേക്കിരുന്നോളൂ, സാർ ഇപ്പോൾ വിളിക്കും. അവൾ തന്റെ ഡയറിയിൽ പേര് കുറിക്കാനായി പേനെടുത്തു. പേരെന്താ? ക്രിസ്റ്റി. അയാൾ മറുപടി നൽകി. അയാൾ സംസാരിക്കുമ്പോൾ അയാളുടെ നോട്ടം മാളവികയുടെ ഓരോ ചലനങ്ങളിലുമായിരുന്നു. ക്രിസ്റ്റിയുടെ നോട്ടം മാളവികയെ വല്ലാതെ അസ്വസ്ഥമാക്കി. ഇതെല്ലാം തന്റെ ക്യാബിലിരുന്ന് അഗ്നി ശ്രദ്ധിക്കുന്നുണ്ട്. ക്രിസ്റ്റിയുടെ അമിതമായ നോട്ടവും ഭാവവും അഗ്നിക്കൊട്ടും ദഹിച്ചില്ല. തന്റെ മാളവികയെ മറ്റൊരാൾ അങ്ങനെ നോക്കുന്നത് അയാളിൽ വല്ലാത്തൊരു കലിപ്പുണ്ടാക്കി. അവൾ തൻ്റേതു മാത്രമാണെന്ന ഒരുതരം സ്വാർത്ഥത അഗ്നിയുടെ ഉള്ളിൽ പണ്ടേ വേരുറപ്പിച്ചിട്ടുണ്ട്. അഗ്നി പെട്ടെന്ന് ഇന്റർകോമിലൂടെ അവളെ വിളിച്ചു. മാളവിക, ജസ്റ്റ് കം ഇൻസൈഡ് നൗ. അവൾ വേഗം അകത്തേക്ക് കയറി. അഗ്നി ക്രിസ്റ്റിയെ ഒന്ന് രൂക്ഷമായി നോക്കിയ ശേഷം മാളവികയോട് ഗൗരവത്തിൽ പറഞ്ഞു, മാളവിക, ആ പുതിയ പ്രോജക്റ്റിന്റെ ഫയൽസ് ഒന്നുകൂടി റീചെക്ക് ചെയ്യണം. പിന്നെ അഞ്ജലി ഇന്നലെ മാറ്റിവെച്ച ആ റെക്കോർഡ് എവിടെ? അതും കൂടി എടുത്തുകൊണ്ടുവാ. സർ, അത് ഞാൻ മാളവിക പറയാൻ തുടങ്ങിയതും അഗ്നി തടഞ്ഞു. സംസാരിച്ച് നിൽക്കാതെ പോയി ചെയ്തോളൂ. പിന്നെ പുറത്ത് ആവശ്യമില്ലാതെ ആരുമായും സംസാരിച്ച് സമയം കളയണ്ട. അവൻ അവളെ ഒഴിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു.